കുട്ടനാട്ടിലെ സിപിഎമ്മിൽ വീണ്ടും പൊട്ടിത്തെറി. എൽസി മെമ്പർമാരടക്കം 18 സിപിഎം അംഗങ്ങൾ പാർട്ടി വിട്ടു. സിപിഐയിൽ ചേർന്നു. സിപിഐ ജില്ലാ സെക്രട്ടറി ടി.ജെ. ആഞ്ചലോസ് പ്രവർത്തകരെ സ്വീകരിച്ചു. കഴിഞ്ഞ വർഷം 297 പേരാണ് കുട്ടനാട്ടിൽ സിപിഎം ബന്ധം ഉപേക്ഷിച്ച് സിപിഐയിൽ ചേർന്നത്. കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പലതവണ സിപിഎം നേതൃത്വം ഇടപെടൽ നടത്തിയെങ്കിലും ഗുണം ചെയ്തിട്ടില്ല. കഴിഞ്ഞ സമ്മേളന കാലത്ത് തുടങ്ങിയ വിഭാഗീയ നീക്കങ്ങൾ ഈ സമ്മേളന കാലയളവിലും സിപിഎമ്മിനുള്ളിൽ കുട്ടനാട്ടിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഏരിയ നേതൃത്വവുമായി കലഹിച്ച് പ്രവർത്തകർ പാർട്ടി വിട്ടപ്പോഴെല്ലാം സജി ചെറിയാനും ആർ നാസറും ഉൾപ്പെടെ നിരവധി നേതാക്കളാണ് പ്രശ്നപരിഹാരത്തിനായി ശ്രമിച്ചത്. കുട്ടനാട്ടിൽ കൊഴിഞ്ഞുപോക്ക് കൂടിയതല്ലാതെ ചർച്ചകളൊന്നും തന്നെ ഫലം കാണുന്നില്ല. നേരിന്റെ പാതയിലേക്ക് കടന്നുവന്ന സഖാക്കൾക്ക് സ്വാഗതമെന്നായിരുന്നു സിപിഐ വിട്ടുവന്ന പ്രവർത്തകർക്കായി ഒരുക്കിയ സ്വീകരണ ചടങ്ങിലെ ബാനറിലെ വാചകം. സിപിഐ ജില്ലാ സെക്രട്ടറി ടി.ജെ. ആഞ്ചലോസ് തന്നെ മെമ്പർഷിപ്പ് നൽകി. എൽസി അംഗവും വെളിയനാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ ഓമന പൊന്നപ്പൻ, സിപിഎമ്മിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ട മുൻ എൽസി അംഗം എ.ജെ. കുഞ്ഞുമോൻ, എസ്എഫ്ഐ മുൻ ഏരിയ സെക്രട്ടറിയും ഡിവൈഎഫ്ഐ നേതാവുമായ മനു മോഹൻ എന്നിവരുൾപ്പെടെ 18 പാർട്ടി മെമ്പർമാരാണ് സിപിഎം വിട്ടത്. മുൻ സിപിഎം നേതാവും രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ആർ രാജേന്ദ്രകുമാറാണ് നീക്കത്തിന് പിന്നിൽ. കുട്ടനാട്ടിലെ വിവിധ പാർട്ടികളിൽ നിന്നും 25ഓളം പേരിന്ന് സിപിഐയിൽ ചേരുകയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അവരെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇനിയും ഒരു 25ഓളം പേര് പാർട്ടിയിൽ ചേരണം എന്ന ആവശ്യം ഉന്നയിച്ച് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലായിട്ട് അവരെ കൂടെ പാർട്ടി അംഗത്വം കൊടുത്ത് സ്വീകരിക്കും. സിപിഎമ്മിൽ നിന്ന് പുറത്താക്കിയതോടെ രാജേന്ദ്രകുമാർ 6 മാസങ്ങൾക്ക് മുമ്പാണ് സിപിഐയിൽ ചേർന്നത്. നിലവിൽ സിപിഐ കുട്ടനാട് മണ്ഡലം സെക്രട്ടറിയാണ് രാജേന്ദ്രകുമാർ. പാർട്ടി മെമ്പർമാരുടെ എണ്ണം കൂടിയതോടെ കുട്ടനാട്ടിലുണ്ടായിരുന്ന സിപിഐ മണ്ഡലം കമ്മിറ്റി 2 ആക്കി. സിപിഎം ശക്തി കേന്ദ്രത്തിൽ സമ്മേളന കാലയളവിലെ പാർട്ടി മെമ്പർമാരുടെ കൊഴിഞ്ഞുപോക്ക് വീണ്ടും നേതൃത്വത്തിന് തലവേദനയാവുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. ഫോർട്ട് കൊച്ചിയിൽ തകർന്ന്